ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠാ കേസിൽ പ്രാഥമിക അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. വിജിലൻസ് ഡയറക്ടർ പ്രത്യേക ടീം രൂപീകരിക്കണം. പ്രാഥമിക അന്വേഷണം 30 ദിവസത്തിനകം പൂർത്തിയാക്കണം. മഹസർ ഉൾപ്പെടെ എല്ലാ രേഖകളും വിജിലൻസ് ഡയറക്ടർ നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഹരിമോഹനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഹരി, ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠാ കേസിൽ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2017 കൊടിമര പുനഃപ്രതിഷ്ഠ, അതായത് UDF ഭരണസമിതി കാലത്തെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവിൽ വന്നിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തത വരുന്നു. നേരത്തേത് ത്വരിതാന്വേഷണമാണ് എന്നുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ അതല്ല, പ്രാഥമിക അന്വേഷണമാണ്. അത് 30 ദിവസത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കണം, അതായത് ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിൽ വിജിലൻസ് ഡയറക്ടർ, ഇപ്പോൾ നിലവിലുള്ള വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അതിൽ അന്വേഷണം ഒരു മാസത്തിനകം പൂർത്തീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2017 തയ്യാറാക്കിയിട്ടുള്ള എല്ലാ രേഖകളും, അതായത് മഹസർ ഉൾപ്പെടെയുള്ള അന്ന് തയ്യാറാക്കിയ എല്ലാ രേഖകളും വിജിലൻസിന് കൈമാറണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇത് പരിശോധനയുടെ ഭാഗമായി ദേവസ്വം വിജിലൻസിന്റെയും SITയുടെയും ഒക്കെ പക്കലാണ്. ഇത് കൈമാറണം എന്നുള്ള നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നിലവിൽ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം വിജിലൻസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു. SIT സമാന്തരമായി തന്നെ ഒരു പ്രാഥമിക അന്വേഷണവും നടത്തിയിരുന്നു. ഈ രണ്ട് അന്വേഷണങ്ങളും നടക്കുന്നതിനിടെയാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇരു ഏജൻസികളുടെ കയ്യിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് അത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് അതിൽ കൃത്യമായി അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്നൊരു പക്ഷേ സൂചന ലഭിച്ചിരിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം സംസ്ഥാന വിജിലൻസിനെ ഇങ്ങനെ ഒരു ചുമതല ഏൽപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി വരും ദിവസങ്ങളിൽ ഒരു മാസം, അതായത് UDF ഭരണസമിതി കാലത്ത് അന്നത്തെ UDF ഭരണസമിതി കാലത്തെ ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ഇന്നില്ല. പക്ഷേ അന്നത്തെ ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള അജയ് തറയിലും K രാഘവനുമുണ്ട്. ഒരാൾ കോൺഗ്രസ് പ്രതിനിധിയാണ്, മറ്റൊരാൾ CPIM പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം ആ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവരിലേക്ക് അടക്കം പോകും, അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് പോകും. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൊടിമര പുനഃപ്രതിഷ്ഠ നടന്നത്, ആ പുനഃപ്രതിഷ്ഠയ്ക്ക് കാരണമായി തീർന്നത് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിലേക്ക് വരും. ഒപ്പം തന്നെ സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ, സംഭാവന നൽകിയതിന്റെ കണക്കുകളെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ വിജിലൻസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഒപ്പം തന്നെ ഈ പ്രാഥമിക അന്വേഷണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പൂർത്തിയായി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കഴമ്പുണ്ട്, അതായത് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു, ആ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് 30 ദിവസത്തിനകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കേസെടുത്ത് പിന്നീട് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതും കേസ് എന്ന് പറയുന്നത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസാണ്. ദേവസ്വം ബോർഡിലുള്ള അംഗങ്ങളും ദേവസ്വം ഉദ്യോഗസ്ഥരും അടക്കമുള്ള എല്ലാവരും തന്നെ, തന്ത്രി അടക്കമുള്ള ആളുകൾ തന്നെ സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവരാണ്, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ഏതെങ്കിലും നിലയിൽ വേതനം പറ്റുന്നവരാണ്. അതുകൊണ്ട് അവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി നിലനിൽക്കും. അതുകൊണ്ട് ആ പ്രാഥമിക അന്വേഷണം അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന് പക്ഷേ ഒരു മാസത്തെ സമയം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ തുടങ്ങി മാർച്ച് പകുതിയോടുകൂടി അന്വേഷണം പൂർത്തിയാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ കൊടിമര പുനഃപ്രതിഷ്ഠയോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും വാജിവാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ കൊടിമരത്തിന്റെ ഭാഗമാണ് വാജിവാഹനം എന്നുള്ളത് കൊണ്ട് തന്നെ അതും കൂടി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും. അതായത് തന്ത്രി വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പിന്നീട് SIT കണ്ടെടുത്ത് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച വാജിവാഹനം, അതെല്ലാം തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കൊടിമര പുനഃപ്രതിഷ്ഠ നടന്നപ്പോൾ ദേവസ്വം മാനുവൽ ലംഘിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ സാമ്പത്തിക ചട്ടങ്ങൾ പാലിച്ചില്ല എന്നുകൂടിയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. ഗുരുതര സ്വഭാവത്തിലുള്ള ക്രമക്കേടുകളാണ് കൊടിമര നിർമ്മാണത്തിൽ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പുനഃപ്രതിഷ്ഠയ്ക്ക് ലഭിച്ചിട്ടുള്ള സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്തണം. ഇത് ദേവസ്വം മാനുവൽ അനുസരിച്ചാണോ തയ്യാറാക്കിയതെന്ന് പരിശോധിക്കണം. അതായത് ഇത് പല സ്ഥലങ്ങളിൽ നിന്നായി, ഫീനിക്സ് ഗ്രൂപ്പ് മാത്രമല്ല, ഫീനിക്സ് ഗ്രൂപ്പ് ഏകദേശം 3 കിലോയോളം സ്വർണം നൽകി. അതിന് തൊട്ടു പിന്നാലെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നായി ഈ സ്വർണം ശേഖരിച്ചിട്ടുണ്ട്, സംഭാവനകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സാമ്പത്തിക ചട്ടങ്ങൾ പാലിച്ചാണോ, ദേവസ്വം മാനുവലിൽ പറയുന്ന കാര്യങ്ങൾ പാലിച്ചാണോ, ആ സംഭാവനകളൊക്കെ തന്നെ വാങ്ങിച്ചുകൊണ്ട് അത് എവിടെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇത് പൂർണ്ണമായും കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശാലമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നിരിക്കുന്നത് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സ്വർണം സംഭാവന നൽകിയവരുടെ മൊഴിയെടുക്കണം എന്നുള്ളതാണ്. ആ സ്വർണം സംഭാവന നൽകിയവരുടെ കൂട്ടത്തിൽ സെലിബ്രിറ്റികളായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നടന്മാർ വരെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരിൽ പലർക്കും ആ സംഭാവന നൽകിയതിന്റെ രസീത് പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ ദേവസ്വം ഭരണസമിതിക്കെതിരെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്ന ആരോപണം. അപ്പോൾ അവരുടെ മൊഴി കൂടി എടുക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന്
വരുമ്പോൾ കൂടുതൽ ആളുകൾ പ്രമുഖരൊക്കെ തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക. ഈ ക്രമക്കേട് നടന്നു എന്നുള്ള ചീഫ് വിജിലൻസ് ഓഫീസർ, അതായത് ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ഓഫീസർ നൽകിയിട്ടുള്ള റിപ്പോർട്ട്, അതായിരുന്നു ഹൈക്കോടതിയുടെ മുമ്പിൽ വന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതിലാണ് ഈ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സംഭാവനകൾ നൽകിയവരുടെ കാര്യത്തിൽ ഒക്കെ തന്നെ സാമ്പത്തിക ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട്, ദേവസ്വം മാനുവൽ അടക്കം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല ആ പഴയ കൊടിമരം മാറ്റാൻ വേണ്ടി എന്തെങ്കിലും നിലയിൽ മനഃപൂർവ്വമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഉടൻ തന്നെ ഒരു പ്രാഥമിക അന്വേഷണം തുടങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കീർത്തനം. ശരി, എന്തായാലും പ്രധാനപ്പെട്ട ഉത്തരവാണ്. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠാ കേസിൽ പ്രാഥമിക അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുകയാണ്. 30 ദിവസത്തിനകം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.